ഇപ്പൊ നമ്മുടെ രവിവർമ്മനെ പറ്റിയിട്ട് ലൈക്ക് ആർട്ടിസ്റ്റ് ഒക്കെ ആയിട്ട് എങ്ങനെയാണ് അതൊരു ഹാൻഡിൽ ചെയ്യുന്നത് സാറ്? രാജാ രവിവർമ്മ വലിയ ചിത്രകാരൻ. അദ്ദേഹം ഒരു സകലകലാ വല്ലഭനാണ്. സംഗീതവും മറ്റ് സോപാന കലകളും ഒക്കെ കുറിച്ച് വളരെ ബോധമുള്ള ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ രാജാ രവിവർമ്മ സംഗീതത്തിലൂടെ എങ്ങനെ കണക്ട് ചെയ്യാമെന്നുള്ളതിന് അത് എനിക്ക് വലിയൊരു ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ ഞാൻ മ്യൂസിക് ആൽബം ചെയ്തിട്ടുണ്ട്. 2025 ഏപ്രിൽ 29 രാജാ രവിവർമ്മയുടെ ജന്മദിനവുമായിട്ട് ബന്ധപ്പെട്ട അന്നത്തെ ദിവസം ഞാനൊരു ആൽബം, ഞങ്ങളൊരു ചെറിയ കൂട്ടം, എൻ്റെ കസിൻ മായ കെ വർമ്മ, മായയാണ് അതിന്റെ വരികൾ എഴുതിയത്. അതില് ഞാൻ തന്നെ ആ വരികൾ സംഗീതം ചെയ്ത് ആലപിച്ചു. അതില് അഭിനയിച്ചു എന്നുള്ള പ്രത്യേകതയുണ്ട്. പാട്ടുകാരനായിട്ട് മാത്രമല്ല, രാമവർമ്മ എന്ന് പറയുന്ന പിൻതലമുറക്കാരനായ ഗായകൻ അല്ലെങ്കിൽ സംഗീത സംവിധായകൻ എന്നുള്ള രീതിയിൽ ഉള്ള ഷോർട്സ് ഉണ്ട് അതില്. അതോടൊപ്പം രാജാ രവിവർമ്മയായിട്ട് എൻ്റെ ആ പൂർവ്വ പിതൃവിന്റെ വേഷം അതും കൂടെ എനിക്ക് ചെയ്യാനൊരു ഭാഗ്യം കിട്ടിയ പ്രണാമം എന്നാണ് ആ ആൽബത്തിന്റെ പേര്. അത് കണ്ടോളൂ. അതിന്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ അയച്ചു തരാം. പ്രണാമം പ്രണാമം പ്രണാമം. അത് വളരെ ശ്രദ്ധ നേടിയ ഒരു ആൽബമാണ്. അത് ഗുരുവിനുള്ള അല്ലെങ്കിൽ ആ ചിത്രമെഴുത്ത് തമ്പുരാനുള്ള രാജാ രവിവർമ്മയ്ക്കുള്ള ഞങ്ങളുടെ കൂട്ടായ്മയുടെ ഒരു കോൺട്രിബ്യൂഷൻ, ഒരു ട്രിബ്യൂട്ടാണ്. അത് സംവിധാനം ചെയ്ത് ശ്രീപ്രകാശ്, ആർട്ടിസ്റ്റ് ശ്രീപ്രകാശ്. അത് നന്നായി വരയ്ക്കും. ശ്രീപ്രകാശ് ആൻഡമാനിലെ ഒരു കലാകാരനാണ്. അദ്ദേഹമാണ് അത് സംവിധാനം ചെയ്തത്. അതിന്റെ ക്യാമറ ചെയ്തതിന്റെ പ്രിയ സുഹൃത്ത് ആറ്റിങ്ങൽ അയ്യപ്പനാണ് അതിന്റെ ക്യാമറ ചെയ്തത്. പിന്നെ ഞങ്ങൾ എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്. മായ അഭിനയിച്ചിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട് കല്ലറ മുരളി, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അത് വലിയൊരു കൂട്ടായ്മയാണ്. എൻ്റെ മറ്റൊരു കസിൻ BK കൃഷ്ണകുമാർ, ഒരുപാട് കുട്ടികളും ഒക്കെ ഉണ്ട്. അത് വളരെ പ്രതീക്ഷ നൽകി എടുത്ത അങ്ങനെ പ്രതീക്ഷയോടെ എടുത്താണ് അത്. പക്ഷെ നന്നായിട്ട് വന്നു. പ്രണാമം അതിന്റെ വരികള് ഞാൻ ജസ്റ്റ് 2 പല്ലവി ഞാൻ പാടാം. രാജാ രവിവർമ്മയെ കുറിച്ച് തന്നെ പിന്നെ ഇപ്പോഴും വളരെ റീസെന്റ് ആയിട്ട് ഇന്നലെ അത് ഫേസ്ബുക്കിലൊക്കെ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ മാസമാണ് അതിന്റെ ഒഫീഷ്യൽ യൂട്യൂബ് റിലീസ് ഉണ്ടായിരുന്നത്. അതില് ബംഗാളില് അല്ലെങ്കിൽ കൽക്കട്ടയില് കമ്പോസ് ചെയ്ത്, അവിടുത്തെ ഇമാൻ ചന്ദ്ര എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടർ കമ്പോസ് ചെയ്ത് ബംഗാളി ഭാഷയിൽ എഴുതിയതിന്റെ ട്രാൻസ്ലേഷൻ. അത് എഴുതിയത് ഡോക്ടർ മിനി ജോൺ. അപ്പൊ അവരാണ് ആ മലയാളത്തിലേക്ക് അതിനെ പരിഭാഷപ്പെടുത്തിയിട്ട് കൽക്കട്ടയിലെ അവരുടെ ഒരു ആവശ്യപ്രകാരം അതിനെ മലയാളീകരിച്ചിട്ട് ഞാനത്, ബംഗാളി സിംഗറാണ് ഒറിജിനൽ വേർഷൻ പാടിയത്, പക്ഷെ എന്റെ മലയാളം വേർഷൻ ഞാൻ പാടി. അതിൽ സിംഗർ ആയിട്ടാണ്. അപ്പൊ ഞാൻ കമ്പോസ് ചെയ്തതല്ല, അത് ഇമാൻ ചന്ദ്ര കമ്പോസ് ചെയ്യാണ്. അപ്പൊ അതിപ്പോ ഇറങ്ങി. അതായത് ഇന്നലെ അത് ഫേസ്ബുക്കിലൂടെ അത് പോസ്റ്റ് ചെയ്തു. ഒരു കഴിഞ്ഞ മാസം എൻഡില് അത് യൂട്യൂബില് റിലീസ് ആയിട്ടുണ്ട്. അതും എന്താണ് ഏത് കൈകളാൽ രൂപമാറുന്നു നീ എന്ന് തുടങ്ങുന്ന ഒരു പാട്ടാണ്. ഏതു കൈകളാൽ രൂപമാർന്നു നീ, ഏതു സ്വപ്നം വർണ്ണമാർന്നു ദേവി ഏതു കൈകളാൽ രവിവർമ്മ അവസാനം പറയും. രാജാ രവിവർമ്മയുടെ കൈകളാലാണ് ഈ ദേവീഭാവങ്ങളും ഈ പറയുന്ന മനോഹരമായ ചിത്രങ്ങൾ രൂപം കൊണ്ടത്. അപ്പൊ അവസാനം നമ്മൾ ഫൈനലി ഈ വരിയിൽ പറയുന്നത് അത് രാജാ രവിവർമ്മ. അപ്പൊ ഏത് കൈകളിൽ എന്ന് തുടങ്ങി അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആൽബമാണ്. അതും ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളൂ. രവിവർമ്മ തൻ കൈകളാൽ രൂപമാർന്നു നീ. പിന്നെ രാജാ രവിവർമ്മയെ കുറിച്ച് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ മസ്കറ്റില് കഴിഞ്ഞ വർഷം അവസാനം ചെയ്തത്. സുനിൽ കൃഷ്ണൻ നായരായിരുന്നു അതിന്റെ ഡയറക്ടർ. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തു റോണി റാഫേൽ ആയിരുന്നു. അതിന്റെ മ്യൂസിക് സോങ്സ് ചെയ്ത റോണി റാഫേലും. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ 3 മണിക്കൂറിന് മേലെ വരും. കഥ പറയും ചിത്രങ്ങൾ, അതാണ് രാജാ രവിവർമ്മയെ കുറിച്ചിട്ടുള്ള ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ. അപ്പൊ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് രവിവർമ്മയും സംഗീതവും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് എന്റെ ഒരു യാത്ര. ഇനി വരാനിരിക്കുന്നു രവിവർമ്മയെ കുറിച്ചിട്ടുള്ള ഗംഭീരമായൊരു ഇംഗ്ലീഷ് വർക്ക് വരാനിരിക്കുന്നു. അത് നമുക്ക് ആ സമയത്ത് ഞാൻ അറിയിക്കാം. താങ്ക് യു സോ മച്ച്. വളരെ വളരെ സന്തോഷം. എല്ലാരോടും ഞാൻ ഈ പറഞ്ഞതൊക്കെ അധിക പ്രസംഗങ്ങൾ പറഞ്ഞിട്ടുണ്ടോന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പല കാര്യങ്ങളും ആങ്കർ ചോദിക്കുന്നതനുസരിച്ച് ചിലതിനൊക്കെ മറുപടി പറയേണ്ടി വന്നിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ
നിങ്ങൾ നല്ല രീതിയിൽ തന്നെ കാണണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു അല്ലേ. അല്ലാതെ ഇപ്പൊ എന്താ പറയാ, സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ അത്രയും അല്ലേ തിളങ്ങി വിളങ്ങി നിൽക്കുകയാണ് സോഷ്യൽ മീഡിയ. അതുകൊണ്ട് എല്ലാവരോടും എന്റെ സന്തോഷം, സ്നേഹം. ആലിക്ക് വേണ്ടിയിട്ട് പുതിയ പടം നിങ്ങൾ എല്ലാവരും കാണണം, ആലി കാണണം, ആലിയെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്.